കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് 2024 കൊച്ചിയിലെ പിയാൻഡി കോണിലെ 77ഓളം കുടുംബങ്ങളെ പുതിയൊരു ഫ്ലാറ്റ് സമുച്ചയവുമായി മാറ്റിപ്പാർപ്പിച്ചത്. അന്നത്തെ GCDA ഈ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരമായിരുന്നു ഈ 77 കുടുംബങ്ങളെ മുണ്ടംവരിയിലെ ഫ്ലാറ്റിലേക്ക് മാറ്റി പാർപ്പിച്ചത്. എന്നാൽ ഈ ഫ്ലാറ്റ് സമുച്ചയം ഇപ്പോൾ വാസയോഗ്യമല്ല എന്ന് ആണ് അവിടെയുള്ള വസിക്കുന്ന എല്ലാവരും പറയുന്നത്. ഇവരെല്ലാം തന്നെയും ഇപ്പോൾ GCDAക്ക് മുന്നിൽ വലിയ പ്രതിഷേധവുമായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇവർക്ക് പറയാനുള്ളത് ഇവിടെ ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയം അല്പം പോലും വാസയോഗ്യമല്ല എന്നുള്ളതാണ്. എന്താണ് അവിടുത്തെ പ്രശ്നം? ഈ ഫ്ലാറ്റിലെ പ്രശ്നം എന്താണ്? ഫ്ലാറ്റിൽ ചോർച്ചയുണ്ട്, പിന്നെ അതുപോലെ ഞങ്ങളുടെ ബാത്റൂമിൽ നിന്ന് മുകളിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട്, തുരുമ്പെടുക്കണം, പല ഇതും അവിടെ ഫ്ലാറ്റിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നിങ്ങളിവിടെ താമസിക്കുകയാണല്ലോ, ഇപ്പോൾ എന്താണ് അന്ന് മുതൽ തന്നെ ഈ പ്രശ്നം ഉണ്ടോ? ഞങ്ങൾ താമസിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മേളിൽ ഒരാൾ ബാത്റൂമിൽ പോയ താഴെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വീണം. അത് നേരെ അടുക്കളയിലായിരിക്കും വന്ന് വീണം. അതിൽ നിന്ന് വെള്ളം നമ്മൾ അത് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. ഞങ്ങൾ പരാതിപ്പെട്ട് ഇവർ പഠിച്ചുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞ് 2.5 വർഷം ഞങ്ങളെ പറ്റിച്ച് കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് എന്തൊക്കെയോ തേച്ചൊട്ടിച്ചിട്ട് പോയി. ഇനി ചോരൂല എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഭിത്തി തുറന്ന് താഴത്തോട്ട് വീണ്. മേളിൽ ഒരിക്കലും പോകില്ല. ഇത് മെട്രോ റെയിൽ പദ്ധതി പ്രകാരം അതിൻ്റെ എന്തോ നമുക്കത് പറയാനറിയില്ല, എന്തോ കമ്പിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ അതിൻ്റെ അകത്തുനിന്ന് ഒരു വലിയ പീസ് താഴത്തോട്ട് വീണു. ഈ എല്ലാ ദിവസവും ഓരോരോ ഭാഗിനെ പൊളിഞ്ഞ് വീഴുമ്പോൾ ഞങ്ങൾക്ക് പേടിയില്ലേ? എന്നാൽ ഞങ്ങൾക്ക് ജീവന് കൊതിയൊന്നുമില്ലേ? ഇവർ ഇതേപോലെ ചതിച്ചെന്തിന് ഞങ്ങൾ പറ്റിച്ചത്? ഇത്രയും കോടികൾ മുടക്കിയ ഒരു വീടാണെന്ന് പറയാം, ഇത്രയും ചെറിയൊരു സെപ്റ്റി ടാങ്ക കുത്തിയിട്ട് പോയിക്കണം. ഞങ്ങളെന്താ ബാത്റൂമിൽ പോകില്ലേ? ഇവിടെ ആർക്കൊക്കെ സ്വന്തമായിട്ട് വീടുണ്ടെന്നോ വാടക കൊടുത്തിട്ടുണ്ടെന്നോ ഈ സാറിന് എല്ലാം റിപ്പോർട്ട് അറിയാമെന്നാ പറയുന്നത്. അപ്പൊ ഈ സാറൊന്ന് പറയണത് നല്ലതായിരിക്കും. നിങ്ങളൊന്ന് ചോദിച്ചു മനസ്സിലാക്കണം. ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഈ സാറിപ്പോ ഇവിടെ നിന്ന് പറഞ്ഞതാണ് ഇവിടെ ആർക്കൊക്കെ സ്വന്തമായിട്ട് വീടുണ്ടെന്നും പുറത്ത് ആർക്കൊക്കെ സ്ഥലമുണ്ടെന്നും ഈ സാറിന് അറിയാന്ന് പറഞ്ഞു. അപ്പൊ ഈ സാറിന് ഞങ്ങൾക്ക് ഒരു റിപ്പോർട്ട് വന്നാൽ വളരെ ഉപകാരമായിരിക്കും. എന്നാ പറയാനുള്ള ഈ മക്കളൊക്കെ പൊടിയിലും ഇതിലൊക്കെ കിടക്കുക. അത് ഞങ്ങൾക്ക് അവിടെ നിന്ന് പൊളിച്ച് മാറ്റിയിട്ട് വേറൊരു ഭവനം കെട്ടിത്തരണം. ഉള്ള വീട് നല്ല അച്ചടക്കത്തോടെ വെക്കണം. എന്തായാലും അവിടെ അവരാണ് വീണ്ടും ഞങ്ങൾക്ക് അവിടെ കെട്ടിടം മനസ്സിലുണ്ട്. വീണ്ടും ഞങ്ങൾ ഇങ്ങനെ സമരത്തിന് വരണ്ട്. ഞങ്ങളുടെ ഒരു 78 കുടുംബം, 77 വീടുണ്ട്. 70 വീടില് ആൾക്കാരുണ്ട്. മറ്റേ 7 വീട് 6 വീട് കെട്ടിയിട്ടാണ്. പിന്നെ പൊളിച്ചു കളഞ്ഞാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് വാസയോഗ്യമായിട്ട് എവിടെങ്കിലും ഞങ്ങളുടെ മക്കൾക്കും കിടന്ന് ഉറങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി തരുന്ന ഒരു വീടായിരിക്കണം. എന്തായാലും MLA ഇവിടെ ഉണ്ട്. കൊച്ചിയിലെ MLA ആയ മുഹമ്മദ് ഷിയാസ് നമ്മോടൊപ്പം ചെയ്യുകയാണ്. ഇപ്പോൾ ഇവരുടെ ഒരു പ്രതിഷേധം കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഒരു തീരുമാനം ഇവരുടെ ഭാഗത്തുള്ളത്? അല്ല, നമുക്ക് ഇതിനകത്ത് പ്രായോഗികമായി ഇവർ പറയുന്നത് പോലെ ഗുരുതരമായ പ്രതിസന്ധി ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഗുണനിലവാരമില്ലാത്ത പ്രവൃത്തിയാണ് നടന്നത്. 18 കോടി രൂപ മുടക്കിയാണ്. അപ്പോൾ ഏകദേശം ഒരു 25 ലക്ഷം രൂപ ഒരു യൂണിറ്റിന് വന്നിട്ടുണ്ട്. ആ പൈസ ഇവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇവർ പോയി സ്ഥലം വാങ്ങി ഒരു നല്ല വീട് പണിത് അവർ ജീവിച്ചേനെ. പക്ഷേ ഇതിനകത്ത് ഗുരുതരമായ അഴിമതിയാണ് ഉണ്ടായിട്ടുള്ളത്. ആ അഴിമതി എന്താണെന്നുള്ളത് പുറത്തു കൊണ്ടുവരണം. അതിനെക്കുറിച്ചൊരു വിജിലൻസ് എൻക്വയറി നടത്തേണ്ടതുണ്ട്. അത് സർക്കാരിനെ ബോധ്യപ്പെടുത്തും. 2, ഇത് വാസയോഗ്യമായിട്ടുള്ള സ്ഥലമാണോ എന്നുകൂടി അന്വേഷണം നടത്തണം. എക്സ്ട്രാ ഹൈ ടെൻഷൻ ലൈനൊക്കെ പോകുന്നുണ്ട്. സ്വാഭാവികമായും അത്തരത്തിൽ ലൈൻ പോകുന്ന സ്ഥലത്ത് ഈ ആളുകൾ 100-400 പേര് താമസിക്കുന്നത് ഉചിതമാണോ എന്നുള്ളത്, അത് ദൂരപരിധി കറക്റ്റാണോ എന്നുള്ളത് സർക്കാർ അന്വേഷിക്കണം. ഇനി വാസയോഗ്യമാണെന്നുണ്ടെങ്കിൽ ഈ കെട്ടിടത്തിൻ്റെ ബലക്ഷയമുണ്ടോ എന്നുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. അത് അന്വേഷണം നടത്തി ഏതെല്ലാം രീതിയിലാണ് ഇത് റെക്ടിഫിക്കേഷൻ വരുത്തേണ്ടത് അതുകൂടി റെക്ടിഫിക്കേഷൻ വരുത്തി സർക്കാർ കൊടുക്കണം. അവിടെ സ്യൂവേജ് പ്ലാന്റ് പോലും കൃത്യമായി ഇല്ല. അതുപോലെ തന്നെ ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള മറ്റു തരത്തിലുള്ള നടപടികളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ചെയ്തു കൊടുക്കാനും അവരെ സഹായിക്കാനുള്ള നടപടികളുണ്ടാകും. അത് സർക്കാർ അത് ഉറപ്പുവരുത്തുകയും ചെയ്യും. എന്തായാലും MLA മുഹമ്മദ് ഷിയാസ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സമരക്കാരുമായി സംസാരിച്ചു. അവർക്ക് വാസയോഗ്യമായ വീട് അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴുള്ള വീട് ബലക്ഷയമുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുന്ന രീതിയിലുള്ള എല്ലാവിധ സംവിധാനം ഒരുക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പിയാൻഡി കോളനിയിലെ 77ഓളം കുടുംബങ്ങളാണ് ഇന്നിപ്പോൾ GCDAക്ക് മുൻപിൽ ഈ വാസയോഗ്യമായ വീടിന് വേണ്ടി ഒരു വലിയ പ്രതിഷേധം നടത്തിയത്.